السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. الصلاة والسلام على سيدنا ومولانا وحبيب ربنا وطبيب لبنا أبي القاسم محمد خاتم الأنبياء والمرسلين ورسول رب العالمين معلم البشرية من لدن حكيم خبير وعلى آله الطيبين الطاهرين وعلى أصحابه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين. صدق الله مولانا العظيم. لا يدخل الجنة من كان في قلبه مثقال ذرة من كبر. صدق رسوله الأمين. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇന്ന് മുതൽ ഇൻഷാ അല്ലാഹ് നമുക്ക് കിബിർ എന്ന ദുസ്വഭാവത്തെക്കുറിച്ചും ആ കിബിർ എന്ന ദുസ്വഭാവം വിതയ്ക്കുന്ന വൻ നാശങ്ങളെക്കുറിച്ചും ഭൗതികവും പാരത്രികവുമായ നഷ്ടങ്ങളെക്കുറിച്ചും ഈ ദുസ്വഭാവത്തിൽ നിന്ന്, കിബിറെന്ന വൃത്തികെട്ട സ്വഭാവത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളെക്കുറിച്ചും വിശദമായി തന്നെ നമുക്ക് ഒന്നു പഠിക്കാൻ ശ്രമിക്കാം. മരണത്തിന് മുമ്പ് ആ ഒരു സ്വഭാവത്തിൽ നിന്ന് സമ്പൂർണമായി രാജിയായി കിബിറിൽ നിന്ന് പാടെ ഒഴിഞ്ഞ മാനസികാവസ്ഥയിൽ മരണപ്പെടാൻ നമുക്ക് ശ്രമിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി പറയാനും കേൾക്കാനും അത് ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പകർത്താനും നമുക്കൊക്കെയും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, മനുഷ്യ മനസ്സിനെ ബാധിക്കുന്ന അതിമാരകമായ ക്യാൻസറാണ് കിബിർ. ശരീരത്തെ ബാധിക്കുന്ന ക്യാൻസറിന്റെ കാര്യത്തിൽ നമ്മളൊക്കെയും ഉത്ബുദ്ധരാണ്, ജാഗരൂകരാണ്. നമുക്കൊക്കെ ശ്രദ്ധയും ആശങ്കയും മുന്നൊരുക്കവും ആ കാര്യത്തിൽ നമുക്ക് ഉണ്ട്. എന്നാൽ മനസ്സിനെ ബാധിക്കുന്ന ക്യാൻസർ
കിബിറെന്ന അതിമാരകമായ ക്യാൻസർ, നമുക്കതിനെക്കുറിച്ച് ഒരു വിവരവുമില്ല, അതിനെക്കുറിച്ചൊരു ആശങ്കയും നമുക്കില്ല. വാസ്തവത്തിൽ ആ കിബിറുകൊണ്ട് ദുനിയാവും ആഖിറവുമാണ് തകർന്ന് തരിപ്പണമായി പോവുക. ശരീരത്തെ ബാധിക്കുന്ന ഏത് മാരകമായ ക്യാൻസറാണെങ്കിലും ശരി, അതുകൊണ്ട് ഈ ലോക ജീവിതം മാത്രമാണ് നഷ്ടപ്പെടുന്നത് എങ്കിൽ, കിബിറെന്ന അതിമാരകമായ മനസ്സിനെ ബാധിക്കുന്ന ക്യാൻസർ കൊണ്ട് ഈ ലോകത്തെ സ്വസ്ഥ ജീവിതവും പരലോകത്തെ സ്വർഗവും നഷ്ടപ്പെടുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇത് വളരെ ഗൗരവത്തോടുകൂടെ ശ്രദ്ധയോടുകൂടെ നമ്മൾ കേൾക്കുകയും ഉൾക്കൊള്ളുകയും അതനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുകയും വേണം. എന്താണ് കിബിർ? എന്താണത് കിബിർ? പലർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല. അസൂയയെക്കുറിച്ച് പറയും അവന് കിബിറാണ്. ഒരാളോടൊരു കണ്ണിൽ കടിയാണെങ്കിൽ അവിടെയും പറയും അവൾക്ക് എന്നോട് കിബിറാണ്. എന്താണ് കിബിർ? ഈഗോ എന്ന്, പ്രൈഡ് എന്നൊക്കെ ഇംഗ്ലീഷ് ഭാഷയിൽ പറയപ്പെടാറുള്ള കാര്യം, ഈഗോ എന്ന് പറയാറില്ലേ, അതാണ് കിബിർ. മലയാള ഭാഷാ നിഘണ്ടു പരിശോധിച്ചാൽ കിബിറിന് പര്യായ പദങ്ങളായി പരിചയപ്പെടുത്തിയിട്ടുള്ളത് അഹങ്കാരം, ഞാനെന്ന ഭാവം, ഗർവ്, ദുരഭിമാനം തുടങ്ങിയ പല വാക്കുകളും അതിന്റെ പര്യായ പദങ്ങളായി പരിചയപ്പെടുത്തിയതായി കാണാം. അഹങ്കാരം, ഞാനെന്ന ഭാവം, ദുരഭിമാനം, ഗർവ്, ഇതൊക്കെയാണ് കിബിർ. അഥവാ ഒരാൾക്ക് തന്റെ സ്വന്തത്തെക്കുറിച്ചുള്ള അമിതമായ മതിപ്പ്. എനിക്ക് എന്റെ കാര്യത്തിൽ ഞാൻ മൂവാറ്റുപുഴ CMJ-യുടെ ചീഫ് ഇമാമാണ് എന്നുള്ള ഒരു അമിതമായ മതിപ്പ് എന്റെ കാര്യത്തിൽ. ഞാൻ എന്റെ കുടുംബത്തിലെ നേതാവാണ്, ഞങ്ങളെ തറവാട്ടിലെ മുതിർന്ന നേതാവാണ്, ഞാൻ ഈ നാട്ടിലെ വലിയ സമ്പന്നനാണ്, ഞാൻ ഈ നാട്ടിലെ അല്ലെങ്കിൽ ഈ പ്രദേശത്തെ ഈ കുടുംബത്തിലെ ശക്തനാണ്. ഒരാൾക്ക് അവന്റെ സ്വന്തത്തിന്റെ കാര്യത്തിൽ പരിധി വിട്ടുള്ള മതിപ്പ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ അതിന്റെ ഡെഫിനിഷൻ, അതിന്റെ നിർവചനം സ്വഹീഹ് മുസ്ലിമിൽ കാണാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കുന്ന പ്രശ്നമേയില്ല. മൻ, ഒരു വിഭാഗം ആളുകൾ സ്വർഗത്തിലേക്ക് കേറുക തന്നെയില്ല, അവർ സ്വർഗത്തിലെത്തുക തന്നെയില്ല. ആരാണ് ആ ചിലർ? കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബിരിൻ, ആ വ്യക്തിയുടെ ഹൃദയത്തിൽ, മനസ്സിൽ അണുവോളം അഹങ്കാരം കുടികൊള്ളുന്നു എങ്കിൽ, അണുന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണൂല, അരിമണിയുടെ അത്ര ഉണ്ടാവൂല, കൊതുകിന്റെ അത്ര ഉണ്ടാവൂല, അണു അളവോളം ഏതൊരാളുടെ മനസ്സിനകത്ത് കിബിറുണ്ടോ ആ വ്യക്തി സ്വർഗത്തിൽ പ്രവേശിക്കുകയേ ഇല്ല. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പുണ്യ റസൂൽ നടത്തിയപ്പോൾ ശ്രോതാക്കളിൽപ്പെട്ട അത് കേട്ട സ്വഹാബാക്കളിൽ നിന്ന് ഒരാൾ ഖാല റജുലുൻ, ഒരാൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് അർറജുലു യുഹിബ്ബു അൻ യകൂന സൗബുഹു ഹസനാ വനഅലുഹു ഹസനതൻ. അണുവോളം അഹങ്കാരം, കിബിർ മനസ്സിലുള്ളവരാരും സ്വർഗത്തിൽ പോവുകയില്ലെന്നങ്ങ് പറയുമ്പോൾ, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വസ്ത്രം, അദ്ദേഹത്തിന്റെ ചെരിപ്പ്, അദ്ദേഹത്തിന്റെ വീട്, അദ്ദേഹത്തിന്റെ വാഹനം തുടങ്ങിയ കാര്യങ്ങൾ നല്ലതാകുന്നത് ഇഷ്ടപ്പെടാറുണ്ടല്ലോ. എന്റെ വണ്ടി നന്നായെങ്കിൽ, ഞാൻ അണിഞ്ഞ വസ്ത്രം നന്നായിരുന്നുവെങ്കിൽ, എന്റെ ചെരിപ്പ് മെച്ചപ്പെട്ട മൊഞ്ചുള്ള ചെരിപ്പായിരുന്നെങ്കിൽ എന്നൊരു വ്യക്തി
ധരിക്കാറുണ്ടല്ലോ, ആഗ്രഹിക്കാറുണ്ടല്ലോ നബിയെ. ആ കണക്കിന് ആ ആഗ്രഹിച്ചവരൊക്കെയും നരകത്തിലേക്കല്ലേ പോവുക. അണുത്തൂക്കം അഹങ്കാരത്തിൽ അതൊക്കെ പെടൂലേ? ഒരാൾ തന്റെ വസ്ത്രവും ചെരുപ്പൊക്കെ നന്നാകണമെന്ന് കരുതി നന്നാക്കി നടന്നാൽ അതും ഈ കൂട്ടത്തിൽ പെടൂലേ? മുത്ത് റസൂല് മറുപടി കൊടുത്തു, ഇല്ല. അഹങ്കാരമെന്നാൽ വസ്ത്രമോ ചെരിപ്പോ അവന്റെ മറ്റുപയോഗ വസ്തുക്കളോ മെച്ചപ്പെടുത്തലോ നന്നാക്കലോ മൊഞ്ചാക്കലോ അല്ല. ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാല. തീർച്ചയായിട്ടും അല്ലാഹു സുന്ദരനാണ്, അവൻ സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്നവനാണ്. അതുകൊണ്ടു തന്നെ മൊഞ്ചുള്ള വസ്ത്രമണിയൽ, മൊഞ്ചുള്ള ചെരിപ്പണിയൽ ഇതൊന്നും കിബിറിന്റെ പരിധിയിൽ വരില്ല, അഹങ്കാരമായി മാറില്ല. അൽ കിബിറു, അഹങ്കാരമെന്നാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, ബത്റുൽ ഹഖ് വഗംതുൻ നാസ്. സ്വഹീഹ് മുസ്ലിം. അഹങ്കാരം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? വസ്ത്രം നന്നാക്കലോ, ചെരുപ്പ് നന്നാക്കലോ, വണ്ടി നന്നാക്കലോ, വീട് നന്നാക്കലോ, അതൊക്കെ നന്നായി കാണുന്നതിൽ സന്തോഷിക്കലോ അല്ല. അഹങ്കാരമെന്നാൽ ബത്റുൽ ഹഖ്, സത്യത്തെ നിരാകരിക്കലാണ്, സത്യത്തെ തള്ളിമാറ്റലാണ്. വഗംതുൻ നാസ്, ജനങ്ങളെ പുച്ഛിക്കലുമാണ്. ജനങ്ങളെ പുച്ഛിച്ചുകൊണ്ട് സത്യത്തെ നിരാകരിക്കുക. അവനാരാ എന്നോടത് പറയാൻ? ഞാൻ ഇവിടുന്ന് നിസ്കരിച്ചു പോകുമ്പോ ഒരാള് അസ്സലാമു അലൈക്കും ഉസ്താദെ, അതേ ആ മിഹ്റാബിൽ നിന്നപ്പോ ആ നൃത്തം അത്ര ശരിയായില്ല എന്ന് കേൾക്കുമ്പോഴേക്കും എനിക്ക് പിരാന്തുടിക്കുക. ഇയാളാരാ ഉസ്താദിനെ പഠിപ്പിക്കാൻ? എന്നിട്ട് അയാൾ പറഞ്ഞത് നേരാണെങ്കിലും ആ സത്യത്തെ തള്ളി മാറ്റി അയാളെ പുച്ഛിക്കുക. ഞാൻ വീട്ടിലെ വാപ്പയല്ലേ, കെട്ടിയോൾ എന്നെ പഠിപ്പിക്കേ, മക്കൾ എന്നോട് പറഞ്ഞു തരേ, അത് ശരിയാവില്ല. ഇത് ബത്റുൽ ഹഖ്, ഹഖിനെ തള്ളി മാറ്റുക, സത്യത്തെ അവഗണിക്കുക, അതിനെ തള്ളി മാറ്റിയിട്ട് വഗംതുൻ നാസി, ജനങ്ങളെ നിന്ദ്യരായി കാണുക, ജനങ്ങളെ പുച്ഛ മനോഭാവത്തോടെ കാണുക. ഇതാണ് അഹങ്കാരം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദമാക്കി കൊടുത്ത ഹദീസ് കാണാം. മഹാന്മാരായ ജ്ഞാനികൾ പറഞ്ഞ മറ്റൊരു ഡെഫിനിഷൻ ഇങ്ങനെ കാണാം. ഇതെന്താണെന്ന് പഠിക്കണ്ടേ? അൽ കിബ്റു തഅലീമുൽ ഇൻസാനി ലിനഫ്സിഹി വഹ്തിഖാറുഹു ലിൽ ആഖിരീൻ. ഇത് പഠിച്ചോളൂ. പഠിച്ചിട്ട് എനിക്കുണ്ടോന്നൊന്ന് നോക്ക്. എനിക്കുണ്ടെങ്കിൽ ആനയുടെ അളവിലില്ലെങ്കിലും അണുവിന്റെ അളവിലുണ്ടോ ഇല്ലേ നോക്ക്. അണുവിന്റെ അളവിലുണ്ടായാലും സ്വർഗം മിസ്സാകും, നഷ്ടപ്പെടും. അത് ഒത്തിരി ഇങ്ങനെ മുഴച്ചൊന്നും കാണണ്ട. ചിലത് മുഴച്ചു കാണും, ഭാവത്തിലും സംസാരത്തിലൊക്കെ ഇങ്ങനെ മുഴച്ചു കാണും. ചിലപ്പോൾ വലിയ പോത്താമ്പി പണ്ഡിതനായിരിക്കും ഞാൻ, എന്നാൽ ആയിരക്കണക്കിന് ശിഷ്യനുള്ള ഞാൻ ആണ്, ഇങ്ങനെ പറയുന്ന ആളുകളുണ്ട്. അത് മുഴച്ചു കാണുന്ന കിബ്ര. ഇതിപ്പോ ഞാൻ ഉദാഹരണം, ആലിമീങ്ങൾക്ക് പോലും ഉണ്ടാകുന്ന അസൂക്കേടാണിത്. ഇതിന് ഉദാഹരണം പറഞ്ഞു എന്നുള്ളൂ. സാധാരണക്കാരെയും ബാധിക്കുന്ന ക്യാൻസർ തന്നെയാണിത്. എന്താണ് അതിന്റെ കൃത്യമായ നിർവചനം? നബി തങ്ങൾ അതിന്റെ ചില അടയാളങ്ങളാണ് നിർവചനമായി പറഞ്ഞത്. തഅലീമുൽ ഇൻസാനി ലിനഫ്സിഹി, ഒരാൾ തന്റെ സ്വന്തത്തെ ആദരണീയമായി ബഹുമാനിക്കപ്പെടുന്ന വിധത്തിൽ സ്വന്തത്തെ കാണുക. തഅലീം എന്ന് പറഞ്ഞാൽ ആദരവ്. ഒരാൾ തന്റെ സ്വന്തത്തെ ആദരവോടെ കാണുക. ഞാൻ എന്നോടുള്ള ബഹുമാനം കൊണ്ട് ഞാൻ കുറച്ചേരം എണീറ്റുന്നു എന്നൊരു വലിയ കിബിറം പണ്ട് പറഞ്ഞു. ആരും എണീറ്റിക്കാൻ കിട്ടണില്ല ഇയാളെ കിബിറിന്റെ മുന്നിൽ. ഞാൻ ഒറ്റയ്ക്ക് എന്നോടുള്ള ബഹുമാനം കൊണ്ട് ഞാൻ അങ്ങോട്ട് എണീറ്റുന്നു. തഅലീമുൽ ഇൻസാനി ലിനഫ്സിഹി, ഒരാൾ സ്വന്തത്തെ തഅലീമാക്കുക, ആദരണീയമായി കാണുക, ബഹുമാനമുള്ളതായി കാണുക. അതോടൊപ്പം വഹ്തിഖാറുഹു ലിൽ ആഖരീൻ, മറ്റുള്ളവരെ പുച്ഛ നിന്യ മനോഭാവത്തോടെ കാണുക. അതുപോലെ വറുഇയതുഹു ലിനഫ്സിഹി അഅലാ വഅഫ്ളല മിൻഹും, എന്നിട്ട് സ്വന്തത്തെ കാണാ, അവനേക്കാൾ, അവളെക്കാൾ, അവരെക്കാൾ ഒക്കെ ഞാനാണ് ഉഷാറ്. വറുഇയതുഹു ലിനഫ്സിഹി, സ്വന്തത്തെ കാണുക, മനസ്സിൽ കാണുക. അഅലാ വഅഫ്ളല മിൻഹും, മറ്റുള്ളവരെക്കാൾ ഉന്നതമായി ഉത്തമമായി സ്വന്തത്തെ കാണുക. ഈ ഒരു അസുഖം
അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ മനസ്സിൽ കുടിയിരിപ്പുണ്ടെങ്കിൽ സൂക്ഷിച്ചോ, വൻ നാശമാണ് അതുകൊണ്ട് സംഭവിക്കുക. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഇപ്പൊ എന്താന്ന് മനസ്സിലായില്ലേ? തന്നെക്കുറിച്ചുള്ള പരിധി വിട്ട മതിപ്പ്, താൻ ആരൊക്കെയോ എന്തൊക്കെയോ ആണെന്ന ധാരണ. ഇനി നമുക്ക് കിബിറിന്റെ കാര്യത്തിൽ പരിശുദ്ധ ഖുർആൻ നടത്തിയ താക്കീതുകൾ, മുന്നറിയിപ്പുകൾ ആദ്യമായി പരിശോധിക്കാം. ഖുർആൻ അഹങ്കാരത്തെക്കുറിച്ച് എന്തൊക്കെ എങ്ങനെയൊക്കെ പറഞ്ഞു. എല്ലാ ആയത്തും നമുക്ക് ഓതിയിട്ട് വിശദീകരിക്കണമെങ്കിൽ ഒരു 10 വെള്ളിയാഴ്ച പറഞ്ഞാലും തീരാത്ത അത്ര കിബിറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സാമ്പിളിന് കുറച്ച് ആയത്തുകൾ ഇന്ന് നമുക്ക് പരിശോധിക്കാം. സൂറത്ത് ഖസ്വസിന്റെ 83-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, തിൽകദ്ദാറുൽ ആഖിറ നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ വൽആഖിബതു ലിൽ മുത്തഖീൻ. ഒരായത്ത്, തിൽകദ്ദാറുൽ ആഖിറത്തു, ആ പരലോക ഭവനം, ആ പരലോകത്തെ വീട്, അഥവാ സ്വർഗത്തിലെ മണിമാളിക, മനോഹരമായ സ്വർഗീയ വീട്. നജ്അലുഹ, അതിനെ ഞാൻ സംവിധാനിച്ച് ഒരുക്കി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അവിടെ പാർക്കാൻ വരുന്ന ആളുകൾ എത്തുന്നതിന്റെ തലേ ദിവസമല്ല പണി തീരുക. നമ്മളെ വീട് അങ്ങനെയല്ലേ, ഹൗസ് വാമിങ്ങിന്റെ തലേ ദിവസമായിരിക്കും പെയിന്റിങ് കഴിഞ്ഞിട്ടിറങ്ങുക. ആ പെയിന്റിന്റെ നാറ്റം പിന്നെ ഉണ്ടാവും 15 ദിവസം. അങ്ങനെയല്ല. നജ്അലുഹ, അതിനെ ഞാൻ ഇപ്പോൾ തന്നെ സംവിധാനിച്ചു വെച്ചിട്ടുണ്ട്, ഒരുക്കി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആർക്ക് വേണ്ടി? ആർക്ക് വേണ്ടി? തിൽകദ്ദാറുൽ ആഖിറ നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ. ഇവിടെ നിസ്കരിക്കണോക്കുന്നോ നോമ്പുടിക്കണോൽക്കുന്നോ ഹജ്ജ് ചെയ്തോർക്കുന്നൊന്നും അല്ലെന്ന് പറയുന്നത്. പരലോകത്തെ ആ മനോഹരമായ സ്വർഗവീട് ഞാനത് ഒരുക്കി വെച്ചത് ലില്ലദീന, ഒരു വിഭാഗത്തിന, ഒരു കൂട്ടക്കാർക്കാ. ആ കൂട്ടക്കാർ ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി, ഭൂമിയിൽ നാട്ടിൽ ഒരിക്കലും മേൽക്കോയ്മ ഉദ്ദേശിക്കുന്നവരല്ല. ജമാഅത്ത് കമ്മിറ്റിയിൽ ഞാൻ മെമ്പറായാൽ പിന്നെ ഞാൻ തന്നെ ആകണം അവിടുത്തെ ഞാൻ. ഒരു ഫാമിലി മീറ്റിംഗ് നടക്കണമെങ്കിൽ പിന്നെ ഞാൻ തന്നെയാകണം അവിടുത്തെ ഞാൻ. അത് ആ ചിന്തല്ലാത്ത, ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി, ഒരിടത്തും മേൽക്കോയ്മ ആഗ്രഹിക്കാത്ത, ഒരിടത്തും അഹങ്കാരം ഇഷ്ടപ്പെടാത്ത, ഞാനൊരു അഹങ്കാരിയാവോ, ഈഗോള്ള ആളാവോ, ഈ ആശങ്ക ഉള്ള, വലാ ഫസാദാ, ഒരിടത്തും കുഴപ്പങ്ങൾ ആഗ്രഹിക്കാത്ത, കുഴപ്പങ്ങൾ ഇഷ്ടപ്പെടാത്ത, വിനയാന്വിതരായ താഴ്മയുള്ള ആളുകൾക്ക് വേണ്ടിയാണ് സ്വർഗത്തിലെ മണിമാളിക ഒരുക്കി വെച്ചിട്ടുള്ളത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ ആമി മാത്രം മതിയാവില്ല, ഈ ഞാൻ അവിടെ ഒഴിവാക്കേണ്ടി വരും. ഈ ഞാൻ ഒഴിവാക്കേണ്ടി വരും, എന്നാലേ ഉണ്ടാവുള്ളൂ. ഇതാണ് അല്ലാഹു പറഞ്ഞത്. ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി, ഒരിടത്തും മേൽക്കോയ്മ ഉദ്ദേശിക്കാത്ത, വലാ ഫസാദ, കുഴപ്പം എവിടെ ഉണ്ടാകുന്നതും അത് വെറുക്കുന്ന, ഇഷ്ടപ്പെടാത്തവർ. വൽആഖിബതു ലിൽ മുത്തഖീൻ, അന്തിമ വിജയം ഭക്തജനങ്ങൾക്കാകുന്നു. ഇവിടെ ഉലുവ്, ഫസാദ്, ഈ രണ്ട് കുഴപ്പമില്ലാത്തവർക്ക് മാത്രമാണ് സ്വർഗട്ടോ. എന്ത്? പലരും ഉറങ്ങിത്തൂങ്ങുക, സ്വർഗം കിട്ടുന്ന റൂട്ട് പറയുമ്പോൾ ഉറങ്ങുക. ഈ SIR ഒന്ന് പെട്ടെന്ന് ശരിയാകണ പറയുകയാണെങ്കിൽ അപ്പൊ എല്ലാവരും കൊണ്ട് പഠിച്ചോനെ ഞാൻ ഇന്ത്യൻ പൗരനെങ്ങാനും അല്ലാണ്ടായി പോവെന്നുള്ള ബേജാറുണ്ട്. അപ്പൊ ആർക്കും ഉറക്കു വരൂലട്ടോ. ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടുകയുള്ളൂ. ഇത് സ്വർഗം നഷ്ടപ്പെടണൊക്കെ അവിടെ പോയിട്ടല്ലേ. അത് പെണ്ടോ അല്ലേ എന്നുണ്ട് അത്ര ഉറപ്പ്. ഉണ്ടെങ്കിൽ തന്നെ എന്തോരം കാലം കഴിയണം. ഈ ഒരു മൈൻഡാണ്. അതുകൊണ്ട് ഉറക്കു വരുന്നത്. സ്വർഗത്തേക്കുള്ള റൂട്ട് പറയുമ്പോൾ എങ്ങനെ ഉറക്കു വരിക? മുഅ്മിനെങ്ങനെ ഉറക്കു വരിക? അല്ലേ? പ്രിയമുള്ളവരെ, ഉലുവും ഫസാദും മനസ്സിലില്ലാത്തവർക്ക് മാത്രമാണ് സ്വർഗം എന്നാണ് അള്ളാഹു ഈ ആയത്തിൽ പറയുന്നത്.
എന്താ ഉലുവ്? മേൽക്കോയ്മ എന്നിപ്പോ ഞാൻ പറഞ്ഞു, അഹങ്കാരം എന്ന് ഞാൻ പറഞ്ഞു. മഹാന്മാരായ ആരിഫീങ്ങൾ, ഖാല ബഅദുൽ ആരിഫീൻ, സൂഫി വര്യന്മാരായ ഔലിയാക്കൾ ഇതിനർത്ഥം പറയുന്നുണ്ട്. എന്താ ഉലുവ്? അൽ ഉലുവു അന്നളുറു ഇലൻ നഫ്സി. ഒരാൾക്ക് മേൽക്കോയ്മ ഉണ്ടാകാൻ മതി. എന്ത് മതി? അന്നളുറു ഇലൻ നഫ്സി, സ്വന്തത്തിലേക്ക് ദുരഭിമാനത്തോടെ നോക്കുക. സ്വന്തത്തിലേക്ക്. ഇപ്പൊ ഞാൻ നോക്കുക, മൂവാറ്റുപുഴ സെൻട്രൽ മഹലില് ഒരു 2000 കുടുംബമുള്ള ഒരു ബഡോ ജമാഅത്തിന്റെ മഹാനായ ഖത്തീബാണ് ഞാൻ എന്ന് പറഞ്ഞില്ലെങ്കിലും ആ ഒരു കോലത്തിലേക്ക് ഞാൻ ഇങ്ങനെ ഒന്ന് നോക്കുക. നോക്കുക എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് ഞാൻ നോക്കണ്ട, എന്റെ മനസ്സുകൊണ്ട് ഞാൻ നോക്കുക. നിനക്ക് പെട്ടെന്ന് തിരിയാൻ വേണ്ടി ഉദാഹരണം പറഞ്ഞാട്ടോ, ഇനി നിങ്ങളെ പറഞ്ഞിട്ടുള്ള ആ പ്രയാസം വേണ്ടാന്ന് എഴുതിയിട്ട്. അന്നളുറു ഇലൻ നഫ്സി, ഒരാൾ തന്റെ സ്വന്തത്തിലേക്ക് ദുരഭിമാനത്തോടെ നോക്കുക. അപ്പൊ വണ്ടി ഇങ്ങനെ കൊടുത്തിട്ട് പുതിയ ഇന്നോവ കാറ് അല്ലെ, ഏറ്റവും ഹൈബ്രിഡ് മോഡല് പുതിയത് കൊടുത്ത് നിർത്തിയിട്ട് ഇങ്ങനെ നോക്കുക. അങ്ങോട്ട് നോക്കുക. എങ്ങനെ നോക്കുക? ദുരഭിമാനത്തോടെ നോക്കുക. അല്ലെങ്കിൽ ആരോഗ്യത്തിലേക്ക് നോക്കുക, ഭംഗിയിലേക്ക് നോക്കുക. ഞാൻ നല്ല മൊഞ്ചനാൻ, ഞാൻ നല്ല ശക്തനാൻ, ഞാൻ നല്ല പണക്കാരനാൻ, എന്റെ വണ്ടി നല്ലതാണ്, എന്റെ വീട് നല്ലതാണ്. ഇതൊക്കെ എങ്ങനെ നോക്കുക? ദുരഭിമാനത്തോടെ. ഇതൊക്കെ ഇബ്രാവുന്നു. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, വണ്ടി മറ്റേയൊക്കെ നന്നാകുന്നത് കുഴപ്പമില്ല. നന്നാകുന്നതിനും നന്നാക്കുന്നതിനും കുഴപ്പമില്ല, മനോഭാവത്തിനാ കുഴപ്പം. മനോഭാവം എന്താണ്? ദുരഭിമാനാണ്. അപ്പൊ അതൊക്കെ ഉണ്ടാവുമ്പോ ഒരു മുഅ്മിൻ എങ്ങനെ ചിന്തിക്കുക? അൽഹംദുലില്ലാ, എന്റെ റബ്ബ് എനിക്ക് ആരോഗ്യം തന്നു. അൽഹംദുലില്ലാ, ഹൈബ്രിഡ് പുത്തൻ ഇന്നോവ കാറിന്റെ റബ്ബ് തന്നു. അൽഹംദുലില്ലാ, എനിക്ക് അല്ലാഹു മൊഞ്ച് തന്നു. ഇങ്ങനെ നോക്കുക. ഇതാണ് മുഅ്മിനിന്റെ നോട്ടം. മറ്റൊരുത്ത അള്ള ഉണ്ടാവില്ല, അള്ള കൊടുത്തത് ഓർമ്മ ഉണ്ടാവില്ല, ഞാൻ എനിക്ക് കിട്ടിയെന്നേ ഉണ്ടാവുള്ളൂ. മനസ്സിലാകണില്ലേ ഈ പറയുന്നത്? ഇത് വളരെ ലൂസാക്കി പറഞ്ഞു തരാം മനസ്സിലാകാൻ വേണ്ടിയിട്ട്. അന്നളുറു ഇലൻ നഫ്സി, സ്വന്തത്തിലേക്ക് ദുരഭിമാനത്തോടുകൂടെ നോക്കുക. ദുരഭിമാനം ഇല്ലാതെ എങ്ങനെ നോക്കുക? ഒക്കെ അള്ളാന്റെ നിയമത്തായിട്ട് നോക്കാം, പടച്ചോൻ തന്ന നിയമത്തായിട്ട് നോക്കാം. അങ്ങനെ മുഅ്മിന് നോക്കുക. ഇവിടെ ചില ആളുകളുണ്ട്, എന്തറിയോ, നാവുകൊണ്ട് അള്ളാന്റെ നിയമത്താന്ന് പറയും. ഉസ്താദെ അസ്സലാമു അലൈക്കും, എനിക്ക് 100 കോടിയുടെ ആസ്തിയുണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ. ഇവിടെ അള്ളാന്റെ അനുഗ്രഹം നാക്കിലുണ്ട്, ബാക്കിയുള്ള പ്രവർത്തനത്തിലോ മനസ്സിലോ അതൊട്ടുമില്ല. കാരണം കൈജിലിപ്പ് ആ ജാതിയ, പിന്നുള്ള കൈജിലിപ്പേ അത് കാര്യമില്ല. ജനങ്ങളെ ഞാനൊരു കിബറനൊന്നും അല്ല എന്ന് വരുത്തി തീർക്കാൻ അള്ളാനെ കൂട്ടുപിടിക്കുക. അങ്ങനെയാണല്ലോ ഇപ്പോ വോട്ടൊക്കെ നടക്കുന്ന സമയത്തിൽ അള്ളു റസൂലും പള്ളിയൊക്കെ ഇപ്പൊ എല്ലാവർക്കും വേണം. എല്ലാ പള്ളിയും വേണം, ആ പള്ളി ഈ പള്ളിയും ഒക്കെ വേണമല്ലോ. അന്നളുറു ഇലൻ നഫ്സി, സ്വന്തത്തിലേക്ക് ദുരഭിമാനത്തോടെ നോക്കുക. അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, സഹോദരന്മാരെ, മൻ നളറ ഇല ശിറാക്കി നഅലിഹി, ഒരാള് തന്റെ ചെരുപ്പിന്റെ വാറിലേക്ക് നോക്കി. അന്നത്തെ കാലാണ്. ഒരാൾ തന്റെ, അന്നിപ്പോ ഇന്നോവയൊന്നും ഇല്ലല്ലോ, എയറോപ്ലെയിൻ ഒന്നും ഇല്ലല്ലോ, ചെരുപ്പിടുക എന്ന് തന്നെ പറഞ്ഞാൽ വലിയ മുതലാളിയെ ചെരുപ്പിടുള്ളൂ. പാവപ്പെട്ടവർക്കൊന്നും ചെരുപ്പ് തന്നെയല്ല. മൻ നളറ ഇല ശിറാക്കി നഅലിഹി, ഒരാൾ തന്റെ ചെരുപ്പിന്റെ വാറിലേക്ക് നോക്കി. നോക്കിയപ്പോ ഇത് നല്ല വാറാണ്, എന്റെ ഈ ചെരുപ്പ് പോലെ മൊഞ്ചുള്ള നല്ല ചെരുപ്പ് ആർക്കും ഇല്ല എന്ന് വിചാരിച്ചാൽ ഫയദ്ഖുലു ഫീ ഖൗലിഹി തആല തിൽക ദാറുൽ ആഖിറ നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ വർളി വലാ ഫസാദ. അവന് ഉലുവ് എന്ന് പറഞ്ഞ സൂക്കേടുണ്ട്. എന്റെ ചെരുപ്പ് നല്ലതാണ്, അൽഹംദുലില്ലാ, പടച്ചോൻ എനിക്ക് നല്ലൊരു ചെരുപ്പ് തന്നു. അതിനു പകരം ഞാൻ എനിക്കതുണ്ടെന്ന് ചിന്തിച്ചാൽ അത് മതി ഉലുവാകാൻ, അത് മതി നരകത്തിൽ പോകാനെന്ന് മഹാനരായ അലി ഇബ്നു അബീ ത്വാലിബ് കറമല്ലാഹു വജ്ഹഹു തങ്ങള്. മനസ്സിലായോ? അപ്പൊ അല്ലാഹു തന്ന നിഅമത്തുകളൊക്കെ പടച്ചോൻ തന്നതാന്നുള്ള ബോധത്തോടുകൂടെ മനസ്സിലാക്കുകയും ആ ബോധത്തോടുകൂടെ നോക്കുകയും ചെയ്യുന്നതിന് പകരം എന്റെ മഹത്വം എനിക്ക് കിട്ടിയതെന്ന രീതിയിൽ കണ്ടാൽ അത് ഉലുവായി. വൽ ഫസാദു, എന്താ ഈ കുഴപ്പമെന്ന് പറഞ്ഞാൽ? അൽ ഫസാദു അന്നളുറു ഇല ദുന്യ, കുഴപ്പമെന്ന് പറഞ്ഞാൽ ദുന്യാവിലേക്ക് ആർത്തിയോടെ നോക്കൽ കുഴപ്പമാണ്. ഈ ഫസാദ് എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടില്ലേ? നമ്മൾ മലയാളിയാണെങ്കിലും പറയാലോ, ഫിത്തനയും ഫസാദും ഉണ്ടാക്കുക. ഒരു വിവരമില്ലാത്തവരും പറയലോ അത് പിത്തനെയും ഫസാദ് ഉണ്ടാക്കരുത്, ഫാക്ക് പകരം പാ ആയിരിക്കും എന്നാലും പറയലോ ഇല്ലേ? എന്താ ഈ ഫസാദ്? ഫസാദ് എന്ന് പറഞ്ഞാൽ എന്താണ്? അന്നളുറു ഇല ദുന്യ, ഭൗതികതയിലേക്ക് ദുന്യാവിലേക്ക് ആർത്തിയോടെ നോക്കുന്നതിനാണ് ഫസാദ് എന്ന് പറയാം. ശരിയാണ്.
ഈ കുഴപ്പങ്ങളുടെയൊക്കെ മൂല കാരണം ദുന്യാവിനോടുള്ള ആർത്തിയല്ലേ? കൊലപാതകം സംഭവിക്കണ എന്തുകൊണ്ടാ? അതിന്റെ പിന്നിലൊരു ദുന്യാവിനോടുള്ള ആർത്തി ഉണ്ടാവും. പലിശപ്പണി നടക്കണ എന്തുകൊണ്ടാ? അതിന്റെ പിന്നിൽ ദുന്യാവിനോടുള്ള ആർത്തിയാണ്, അല്ലേ? കളവും വഞ്ചനയും വെട്ടിപ്പും തട്ടിപ്പും ഇങ്ങനെ തുടങ്ങിയിട്ട് സകല കുഴപ്പങ്ങളുടെയും മൂല കാരണം, അടിസ്ഥാന കാരണം ദുന്യാവിനോടുള്ള ആർത്തിയായിരിക്കും. അൽ ഫസാദു, ഫസാദ് എന്നാൽ അന്നളുറു ഇല ദുന്യാ, ദുന്യാവിലേക്ക് ആർത്തിയോടെ നോക്കലാണ്. ലിഅന്ന ദുന്യാ ഖംറു ഇബ്ലീസ, തീർച്ചയായിട്ടും ദുനിയാവെന്നാൽ അത് പിശാചിന്റെ MDMA യാണ്, ചെകുത്താന്റെ കഞ്ചാവാണ്, ഇബ്ലീസിന്റെ കള്ളാണ്. പിശാചി വിതരണം ചെയ്യുന്ന മദ്യവും മയക്കും വരുന്നതാണ് ദുന്യാവ് എന്ന് പറയുന്ന സാധനം. മൻ ശരിബ മിൻഹാ ശുർബത്തൻ, ആർത്തിയോടുകൂടെ ആരെങ്കിലും ദുന്യാവിനെ ഒരു കവിള് കുടിച്ചാൽ ലാ യുഫീഖു ഇല്ലാ യൗമൽ ഖിയാമ, അതിന്റെ മയക്കത്തിൽ നിന്ന് മരണസമയത്തല്ലാതെ അല്ലെങ്കിൽ അന്ത്യനാളിലല്ലാതെ രക്ഷപ്പെടുകയില്ല. നമ്മുടെ MDMA അടിച്ചാൽ അതിന്റെ മയക്കം, വീര്യം കൂടിയ കള്ളു കുടിച്ചാൽ, കഞ്ചാവ് വലിച്ചാൽ അതിന്റെ മയക്കം എത്ര ഉണ്ടാവും? അറിയുന്നോലെ ആരും പറയണ്ട, ഏതായാലും മണിക്കൂർ കണക്കിനുണ്ടാവും, അല്ലേ? മണിക്കൂർ കണക്കിനെ ഉണ്ടാവുള്ളൂ. പണ്ടൊരു കള്ളുടി ഞാൻ ചോദിച്ചു, കുറച്ചൊക്കെ ഞാൻ കുടിക്കലുണ്ട്. എന്തിനാടാ അത് കുടിക്കണത്? അതൊക്കെ കുടിച്ച ആലിമീങ്ങളെ കടിച്ച് തിന്നാൻ തോന്നും, ഇഷ്ടം കൊണ്ട്. ആലിമീങ്ങളെ കടിച്ച് തിന്നാൻ തോന്നും അത്ര അയാൾക്ക്, ഭക്തി മൂത്തിട്ട്. നിസ്കരിക്കാനൊക്കെ കടന്ന് നിന്നാ എന്താ റാഹത്ത്, അണ്ടറം വീശിയിട്ട്. അപ്പൊ ഈ ആള് ചോദിച്ചു അച്ഛനോട്, ഇത് എന്തോരം നേരം ഉണ്ടാവും? അത് കഴിക്കണ സാധനത്തിന്റെ മെന അനുസരിച്ച് അതിന്റെ കപ്പാസിറ്റി, വിദേശ മദ്യം കൂടിയ റേഞ്ചൊക്കെ ആണെങ്കിൽ ഒരു 5-8 മണിക്കൂർ ഉണ്ടാവും. ശരി, 8 മണിക്കൂറായി മയക്കം ഉണ്ടാവുള്ളൂ. എന്നാൽ ഇബ്ലീസ് സപ്ലൈ ചെയ്യുന്ന ദുനിയാവാകുന്ന കള്ളു കുടിച്ചാൽ മണിക്കൂർ കൊണ്ടൊന്നും തീരൂല. ലാ യുഫീഖു ഇല്ലാ യൗമൽ ഖിയാമ, അന്ത്യനാളിലെ അതിന്റെ മയക്കത്തിൽ നിന്ന് റിലീസ് ആവുകയുള്ളൂ. ഈ ആയത്ത് വിശദീകരിച്ച് മഹാന്മാര് പറയാൻ. അപ്പോ സ്വർഗം ലഭിക്കണോ? ഉലുവോ ഫസാദോ പാടില്ല. ഉലുവ് എന്ന് പറഞ്ഞാൽ സ്വന്തത്തിലേക്ക് ദുരഭിമാനത്തോടെ നോക്കുക. ഫസാദ് എന്നാൽ ആർത്തിയോടെ ദുന്യാവിലേക്ക് നോക്കുക. ഈ രണ്ട്, ദുന്യാവിലേക്ക് നമുക്ക് നോക്കേണ്ടി വരും, കച്ചവടം വേണ്ടി വരും, തൊഴിൽ വേണ്ടി വരും, പണം വേണ്ടി വരും, ഇതൊക്കെ വേണ്ടി വരും. പക്ഷേ അതൊക്കെ എന്തിനു വേണ്ടി? ആഖിറത്തിലേക്കുള്ള പാലം വേണ്ടേ? ഇവിടുത്തെ പാലം പണിയായിട്ട് നമ്മൾ എന്തോരം കഷ്ടപ്പെട്ടു, അല്ലേ? പാലം നമുക്ക് വേണം, പക്ഷെ പാലം താമസിക്കാനുള്ളതല്ല, അത് അപ്പുറത്തേക്ക് കടക്കാനുള്ളതാണ്. ഈ നിലക്ക് ദുനിയാവിനെ കണ്ടാൽ കുഴപ്പമില്ല, ആർത്തിയോടെ കണ്ടാൽ അത് ഫസാദിലേക്കാണ് എത്തിക്കുക എന്ന് പരിശുദ്ധ ഖുർആൻ. അപ്പൊ ഒരായത്ത് നിങ്ങൾ കേട്ടു. പരിശുദ്ധ ഖുർആൻ പറയുന്നു, അഹങ്കാരത്തിന്റെ, ഈഗോയുടെ ഒരു ഇച്ചിരി അണുത്തൂക്കം ഏതൊരാളുടെ മനസ്സിൽ കുടികൊള്ളുന്നുവോ ആ ആൾക്ക് ഖുർആനോ ഹദീസോ സൽക്കർമ്മങ്ങളോ ഒന്നും ഫലിക്കുന്ന പ്രശ്നമില്ല. ഫലിക്കൂല. ചില സൂക്കേടിന് എന്തോരം മരുന്നെടുത്താലും ഫലിക്കൂല്ലോ, ഓപ്പറേഷൻ ചെയ്താലും ഫലിക്കൂല്ലോ. ഇമാതിരി ഒരു സൂക്കേടാണ് കിബിർ എന്ന് പറയുന്നത്. അഹങ്കാരികളുടെ ഹൃദയത്തിൽ നന്മ കടന്നു വരാൻ പറ്റാത്ത വിധം അള്ളാഹു അടച്ചുപൂട്ടി സീല് വെക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. കദാലിക യത്ബഉല്ലാഹു അലാ കുല്ലി ഖൽബി മുതകബ്ബിരിൻ ജബ്ബാർ. പരിശുദ്ധ ഖുർആൻ എന്താണ് പറയുന്നത്? കദാലിക യത്ബഉല്ലാഹു അലാ കുല്ലി ഖൽബി മുതകബ്ബിരിൻ ജബ്ബാർ. എല്ലാ ഗർവന്മാരായ അഹങ്കാരികളായ വ്യക്തികളുടെയും ഹൃദയത്തിന്റെ മേൽ അള്ളാഹു മുദ്ര വെച്ചിരിക്കുന്നു, സീല് ചെയ്തിരിക്കുകയാണ്. അള്ളാഹു സീലടിക്കും. ഇത് നന്നാവൂല, കാരണം കിബിറുള്ളതുകൊണ്ട്. ആലോചിച്ച് നോക്ക്. സഅസ്രിഫു അൻ ആയാതിയല്ലദീന യതകബ്ബറൂന ഫിൽ അർളി ബിഗൈരിൽ ഹഖ്. മറ്റൊരായത്ത്. എത്രേ സൂക്തങ്ങളാണ് ഈ വിഷയത്തിൽ അവതരിച്ചത് അറിയോ? സഅസ്രിഫു അൻ ആയാതിയല്ലദീന യതകബ്ബറൂന ഫിൽ അർളി ബിഗൈരിൽ ഹഖ്.
അന്യായമായി നാട്ടിൽ അഹങ്കാരം നടിച്ച് നടക്കുന്ന ആളുകളുണ്ടല്ലോ, ആ ആളുകളിൽ നിന്ന് നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നാം തിരിച്ചു കളയും. നമ്മുടെ ആയത്ത് ദൃഷ്ടാന്തങ്ങൾ, ദൈവീക ദൃഷ്ടാന്തങ്ങൾ, ഇത് കണ്ടാണ് ഒരു മുഅ്മിന് സത്യവിശ്വാസത്തിലേക്ക് വരിക, ഒരു മനുഷ്യൻ സത്യവിശ്വാസത്തിലേക്ക് വരിക, ഒരു മുഅ്മിനിന്റെ ഈമാൻ ഉറക്കുക. എന്തുകൊണ്ട്? അള്ളാന്റെ ആയത്ത് കണ്ടിട്ട്, ദൃഷ്ടാന്തം കണ്ടിട്ട്. എന്നാൽ ഈ വക ടീമുണ്ടല്ലോ, അവരിൽ നിന്ന് എന്റെ ആയത്തിനെ ഞാൻ തിരിച്ചു കളയും. അപ്പൊ അവർക്ക് ഖുർആനോദിയാ പലിക്കൂല, ഖുർആൻ വിശദീകരിച്ചു കൊടുത്താൽ പലിക്കൂല, മുത്ത് റസൂലിന്റെ സുന്നത്ത് എമ്പാടും വാരിക്കോരി കൊടുത്താലും അവർക്ക് ദഹിക്കൂല. ഇനിയൊരു ദൃഷ്ടാന്തം, വമ്പൻ ദൃഷ്ടാന്തം ലോകത്ത് കണ്ടാൽ അവർക്കത് ഉൾക്കൊള്ളാനാവില്ല. കണ്ടാലും കൊണ്ടാലും തിരിച്ചറിയാത്ത, ഹൃദയത്തിൽ സീല് വെക്കപ്പെട്ട ദുഷ്ടന്മാരാണ് അഹങ്കാരികളെന്ന് പരിശുദ്ധ ഖുർആൻ. ഈ അഹങ്കാരികൾ എത്ര ദാനം ചെയ്താലും, എത്ര ഹജ്ജും ഉംറ ചെയ്താലും, എത്ര പൊതു സേവന നിരതനായാലും അള്ള തിരിഞ്ഞോക്കൂല, വെറുപ്പാണ് അള്ളാക്കുന്ന. അഹങ്കാരി എന്ത് നന്മ ചെയ്താലും അള്ള ഇഷ്ടപ്പെടൂല ആളെ. ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്തക്ബിരീൻ, തീർച്ചയായും ഉറപ്പായും അല്ലാഹു ഒരു അഹങ്കാരിയെയും കിബിർ നടിക്കുന്നവനെയും ഇഷ്ടപ്പെടുന്ന പ്രശ്നമേയില്ല. അല്ലാഹുവിന് അത്തരക്കാരോടൊക്കെ വെറുപ്പാൻ. അവരെ നരകത്തിലേക്ക് വലിച്ചെറിയും. അവരെ നന്മകൾ, ചില നന്മകളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അഹങ്കാരമുണ്ടോ അവരെ നരകത്തിലേക്ക് വലിച്ചെറിയും. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, എന്നെ അനുസരിച്ച് കീഴൊതുങ്ങി, എന്നെ അനുസരിച്ച് കീഴൊതുങ്ങി ജീവിക്കേണ്ടതിനു പകരം അഹങ്കാരം നടിക്കുന്ന ആളുകളുണ്ടല്ലോ. അള്ളാഹുവിനെ അനുസരിച്ച് കീഴടങ്ങിയ ഒരു മുഅ്മിനാണെങ്കിൽ ഒട്ടും അഹങ്കാരം ഉണ്ടാവില്ല, ഒക്കെ റബ്ബിൻ്റെതാകും. ഇവൻ്റെതൊന്നും ഉണ്ടാവില്ല. നന്മയാണെങ്കിലും റബ്ബിൻ്റെത്, തിന്മയാണെങ്കിലും റബ്ബിൻ്റെത്, നിഅമത്താണെങ്കിലും എന്റെ റബ്ബ് എനിക്ക് തന്നത്. ഇനിയൊരു തിന്മ വന്നാൽ തന്നെ പഠിച്ചവനെ എന്റെ വിധിയിൽ അങ്ങനെ ഒരു തിന്മ ചെയ്യാൻ അവസരം ഉണ്ടായി പോയല്ലോ പഠിച്ചവനെ, അങ്ങനെ ഒക്കെ റബ്ബിൻ്റെതായിരിക്കും. അതിനു പകരം റബ്ബിൽ ഒതുങ്ങാതെ അഹങ്കരിക്കുന്ന ആളുകൾ ആരായാലും സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, നിന്ദ്യരായി, ഇളിഭ്യരായി, വഷളായ വിധത്തിൽ അവരൊക്കെ നരകത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും. എത്ര ആയത്താണ് ഈ വിഷയത്തിൽ വന്നത്? ഉദ്ഖുലൂ അബ്വാബ ജഹന്നമ ഖാലിദീന ഫീഹാ ഫബിഇസ മസ്വൽ മുതകബ്ബിരീൻ. ഉദ്ഖുലൂ അബ്വാബ ജഹന്നമ ഖാലിദീന ഫീഹാ. കിബറന്മാരോട്, അഹങ്കാരികളോട് അല്ലാഹു നാളെ പരലോകത്ത് പറയും, ഒക്കെ പോയിക്കോളൂ, നിങ്ങൾക്ക് നരകത്തിന്റെ ഒരു ഡോറല്ല ഞാൻ തുറന്നു വെച്ചത്, എല്ലാ ഡോറും തുറന്നു വെച്ചിരിക്കുക. എന്നിട്ട് നരകത്തിന്റെ എല്ലാ ഡോറും കിബിറന്മാർക്ക് വേണ്ടി, അഹങ്കാരികൾക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുകയാണ്. ഇഷ്ടമുള്ള ഡോറ് കൂടെ പൊക്കോളൂ. ഖാലിദീന ഫീഹാ, നിങ്ങൾ അവിടെ സ്ഥിരതാമസക്കാരായിരിക്കും, ശാശ്വതമായി അവിടെ തന്നെ നിങ്ങൾ കഴിയേണ്ടി വരും. ഫബിഇസ മസ്വൽ മുതകബ്ബിരീൻ, അഹങ്കാരികളുടെ പാർപ്പിടം എത്രയോ മോശം. അഹങ്കാരികൾ പാർക്കാൻ പോകുന്ന ഇടം വളരെ ചീത്ത എന്നും പരിശുദ്ധ ഖുർആൻ. ഇനിയും ആയത്ത് കാണാം. തീരൂല പ്രിയമുള്ളവരെ, ലോകം കണ്ട ചരിത്രത്തിലെ വലിയ വലിയ അഹങ്കാരികളുടെ ചരിത്രവും അവരുടെ പതനത്തിന്റെ വാർത്തകളും ഖുർആനിലൂടെ അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ്. എന്തിനു വേണ്ടി? കഴിഞ്ഞുപോയ അഹങ്കാരികളുടെ ചരിത്രം, അവരെ പതനം പറഞ്ഞു തന്നിരിക്കുകയാണ്. എന്തിനു വേണ്ടി? ഗുണപാഠത്തിനു വേണ്ടി. അഹങ്കാരികളുടെ കൂട്ടത്തിൽ കൊടിയ അഹങ്കാരിയായിരുന്നു ഫിർഔൻ ലഅനത്തുല്ലാഹ്. ഫറോവയെ കേൾക്കാത്ത വിശ്വാസികളില്ല. അത് ബൈബിളിലുണ്ട്, ഖുർആനിലൊക്കെ ഉണ്ട് ഫറോവയുടെ ചരിത്രം. ഇയാള് അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച ഒരു മനുഷ്യജന്തുവായിരുന്നു.
അയാൾ എന്തൊക്കെ കാട്ടിക്കൂട്ടി? പാവപ്പെട്ട ഇസ്രായേലി മക്കളെ അടിച്ചൊതുക്കി അയാൾ. കുഞ്ഞുമക്കളെ, ആൺമക്കളെ അയാൾ അറുത്തുകൂട്ടി, കൊന്നുകൂട്ടി. അവിടെ വർഗീയ കാർഡെടുത്ത് കളിച്ചു. ഖിബ്തികൾ ഇസ്രായേല്യർ രണ്ടാക്കി ആ സമൂഹത്തെ ഡിവൈഡ് ചെയ്തു, വിഭജിച്ച് ഭരിച്ചു ഫറോവ എന്ന ദുഷ്ടൻ. അവിടെ വർഗീയത, അതുപോലെ തന്നെ അടിച്ചമർത്തലുകൾ, മർദ്ദനങ്ങൾ, വിഭാഗീയത എല്ലാം ഉണ്ടാക്കി തീർത്ത് വലിയ കുഴപ്പങ്ങൾ സൃഷ്ടിച്ച വ്യക്തിയാണ് ഫറോവ. എന്തുകൊണ്ടാണ് ഫറോവ ഇത്ര തെമ്മാടിത്തരങ്ങൾ ചെയ്തത്? അതിന് കാരണം ഇന്ന ഫിർഔന അലാ ഫിൽ അർള്, ഭൂമിയിൽ അയാൾ മേൽക്കോയ്മ നടിച്ചു. ഭൂമിയിൽ അയാൾ, നാട്ടിൽ അയാൾ, ഭൂമി എന്ന് പറഞ്ഞാൽ അയാളെ നാട്, അയാളെ നാട്ടിൽ ഞാൻ എന്നയാൾ ധരിച്ചു. ഇതാണ് അടിസ്ഥാന കുഴപ്പമെന്ന് അല്ലാഹു. ഇന്ന ഫിർഔന അലാ ഫിൽ അർള്. നീ കാണാ സൂറത്തുൽ ഖസസിന്റെ 83 മുതലുള്ള ആയത്തുകളിൽ അള്ളാഹു ഇത് വിശദമായി പറയുന്നുണ്ട്. 4-5 ആയത്തുകളിൽ ഫറോവ എന്നത് ഒരു ചരിത്ര പുരുഷൻ മാത്രമല്ല കേട്ടോ. ഫറോവയ്ക്ക് പാർട്ടിയുണ്ട്. അന്ന് അയാളെ കൂടെ നടന്ന ആൾക്കാർ മാത്രമല്ല കേട്ടോ ഫറോവ പാർട്ടി. ഇന്ന് 2025 നവംബറിൽ മൂവാറ്റുപുഴ പട്ടണത്തിലും പരിസര പ്രദേശങ്ങളിലും ഫിറഔന്റെ പാർട്ടിക്കാരുണ്ട്. എന്തുകൊണ്ടാ ഫിറൗന്റെ പാർട്ടി? ആ മെമ്പർഷിപ്പ് കിട്ടാൻ എന്താണുള്ള യോഗ്യത? ഫിറൗന്റെ പാർട്ടിയിൽ മെമ്പറാകാനുള്ള യോഗ്യത എന്താണ്? ഉള്ളിൽ ഈഗോ ഉണ്ടാവുക എന്നുള്ളതാണ്. വഖാല ഫിർഔനു യാ അയ്യുഹൽ മലഉ മാ അലിംതു ലക്കും മിൻ ഇലാഹിൻ ഗൈരി فأوقد لي يا هامان على الطين فاجعل لي صرحا لعلي أطلع إلى إله موسى وإني لأظنه من الكاذبين. ഇത് വിശദീകരിക്കാൻ കുറച്ച് സമയം വേണം. 3-4 ആയത്തുകൾ. ഫിർഔന് എന്താ പറ്റിയത്? ഇന്നും അവനെ ലഅനത്തുള്ള എന്ന് ചൊല്ലാണ്, നാളെ അവനെ ശപിക്കാണ്, മനുഷ്യത്തുള്ളവരൊക്കെ അവനെ ശപിക്കാണ്, അവന്റെ പാർട്ടിക്കാരെയും ശപിക്കാണ്. എന്താ കാരണം? ഉള്ളിൽ കിബറുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് ഈ ആയത്തുകൾ നമുക്ക് അടുത്ത ആഴ്ച വിശദീകരിക്കാം. ഇന്ന് ചില ആയത്തുകൾ മാത്രമാണ് പറഞ്ഞത്. ഇതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളും പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇക്കാര്യത്തിൽ തന്ന മുന്നറിയിപ്പുകളും ചില ഹദീസുകളും നമുക്ക് അടുത്ത ആഴ്ച പരിശോധിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈഗോയിൽ നിന്ന്, പ്രൈഡിൽ നിന്ന്, അഹങ്കാരം, ദുരഭിമാനമെന്ന വൃത്തികെട്ട സ്വഭാവത്തിൽ നിന്ന് നമ്മയൊക്കെ രക്ഷപ്പെടുത്തുമാറാകട്ടെ.